ആ അദ്ദേഹത്തിൻ്റെ കുമരകം പാക്കേജ് പ്രഖ്യാപിച്ചതിൻ്റെ അധ്യക്ഷനായിരുന്നു ഞാൻ. അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച IT-യും ടൂറിസവും, അതുപോലെ നാളികേര ടെക്നോളജി മിഷൻ, റബ്ബർ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ഇതായിരുന്നു 5 പദ്ധതികൾ. അതിൽ നമുക്കറിയാം നാളികേര ടെക്നോളജി മിഷൻ പിന്നീട് കേരളത്തിന് വേണ്ടാത്തതുകൊണ്ട് ആന്ധ്രയിൽ കൊണ്ടുപോയി. ഇവിടെ IT-യും ടൂറിസവും ഒക്കെ ഇപ്പോൾ എവിടെ വരെ എത്തി. പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷമാണ് IT എന്നുള്ളതും ടൂറിസം എന്ന് പറയുന്നതും ഒക്കെ കേരളത്തിൽ ചർച്ച പോലും ആയത്. പക്ഷേ അതെവിടെയും എത്തിക്കാൻ നമുക്ക് വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയുടെ അതേ വീക്ഷണവും അതിലേറെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്ന സാഹചര്യവുമായി നരേന്ദ്രമോദി ബഹുഭൂരിപക്ഷത്തിൽ അധികാരത്തിലിരിക്കുന്നു, ഭരണ തുടർച്ചയുണ്ടാകുന്നു. ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ NDAയുടെ സ്ഥാനാർത്ഥിയാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ. വർഷങ്ങളായിട്ട് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ജയിച്ചു വരുന്നത് കേരള കോൺഗ്രസ് ആയിട്ടുള്ളവരാണ്. പക്ഷേ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ പ്രാവശ്യം മതേതരത്വം നിർത്തിക്കൊണ്ടാണ് ശ്രീ രാധാകൃഷ്ണ മേനോനെ ചങ്ങനാശ്ശേരിയിലേക്ക് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രാവശ്യം ഇവിടെ അത്തരത്തിൽ ക്രൈസ്തവരല്ലാത്ത ഒരു വിഭാഗത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ MLA ആയിട്ടുള്ളൂ. അതേ ചരിത്രം ഇവിടെ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതകളെല്ലാം എല്ലാ സ്ഥലത്തു നിന്നും, പ്രത്യേകിച്ച് ഇവിടെ ന്യൂനപക്ഷങ്ങളുള്ളപ്പോൾ തന്നെ അത് ഭൂരിപക്ഷ സമുദായമുണ്ട്. പക്ഷേ അവരെ കണക്കാക്കി ആരില്ല സ്ഥാനാർത്ഥിക്ക്. എന്തായാലും രാധാകൃഷ്ണ മേനോൻ പ്രചരണത്തിൻ്റെ പകുതി ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ വിഭാഗങ്ങളിലും എല്ലാ ജനങ്ങളിലെയും കണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം? ജനങ്ങളുമായിട്ടുള്ള ഇന്നലെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണോ? തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഒരു മത ധ്രുവീകരണമോ മതവ്യത്യാസമൊന്നുമില്ല. ഇവിടുത്തെ ക്രൈസ്തവർക്ക് ഹിന്ദു വോട്ട് ചെയ്യും, ഹിന്ദുവിന് ക്രൈസ്തവന് വോട്ട് ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു പൊതു സംസ്കാരം. ആ സംസ്കാരം തീർച്ചയായിട്ടും ഈ ചങ്ങനാശ്ശേരിയുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ അതേസമയം തന്നെ വികസനത്തിൽ ചങ്ങനാശ്ശേരി വളരെ വലിയ മരവിപ്പിലാണ്. അത് ദശാബ്ദങ്ങളായി. കാരണം കേരള കോൺഗ്രസ്സുകൾ മാറി മാറി ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ MLA ഉണ്ടാകുമ്പോൾ അവരുടെ വീക്ഷണത്തിനും കാഴ്ചപ്പാടിനും അനുസരിച്ചിട്ടുള്ള പരിശ്രമങ്ങൾ ഒരുപക്ഷെ അവർ നടത്തിയിരിക്കാം. അപ്പോൾ നമ്മൾ കിണറ്റി കിടക്കുന്ന തവളകൾക്ക് പറ്റി നമ്മൾ ഉദാഹരണം പറയുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള അവരുടെ ഒരു കാഴ്ച ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ഈ പ്രാദേശികമോ ഉള്ള അവർക്ക് സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് അവർ ചങ്ങനാശ്ശേരിയുടെ വികസനത്തെക്കുറിച്ച് കഴിഞ്ഞ കാലത്ത് പരിശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അവർക്ക് ഒട്ടും സാധിച്ചിട്ടുമില്ല. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം നരേന്ദ്രമോദിയുടെ പിൻബലത്തിൽ ദേശീയ തലത്തിലുള്ള വലിയ ഒരു വികസനത്തിൻ്റെ അന്തരീക്ഷത്തെ ചങ്ങനാശ്ശേരിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ചങ്ങനാശ്ശേരിയുടെ മരവിപ്പ് മാറ്റാൻ, ചങ്ങനാശ്ശേരിയിലെ ജലഗതാഗതം, ടൂറിസം, കുടിവെള്ളം, വികസനം, എല്ലാ രംഗത്തെയും വികസനം. ഇപ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാനിവിടുത്തെ എൻ്റെ പ്രകടന പത്രികയിലും അതോടൊപ്പം ഇവിടെ നടന്നിട്ടുള്ള എല്ലാ തരത്തിലും പറഞ്ഞു. ഇവിടെ ഇൻഫോ പാർക്ക് പോലെ വലിയൊരു IT സംവിധാനം. കാരണം ഇവിടുത്തെ വീടുകളിലൊന്നും ആളുകളില്ല, എല്ലാം വൃദ്ധസദനമായി മാറുക. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നാട്ടിൽ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ അതിനുതകുന്ന സംവിധാനങ്ങൾ ഒരുക്കണം. ആ തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ്സുകളെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾക്കൊക്കെ പരിമിതികളുണ്ട്. അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, നല്ലവരാണ്. പക്ഷേ അവർക്ക് പരിമിതിയുണ്ട്. പക്ഷേ എനിക്ക് ആ നിലയിലുള്ള പരിമിതിയില്ല. ദശാബ്ദങ്ങൾക്ക് മുമ്പ് കുമരകത്ത് അടൽ ബിഹാരി വാജ്പേയി വന്ന് താമസിക്കുന്ന സമയത്ത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കുമരകം പാക്കേജ് പ്രഖ്യാപിച്ചതിൻ്റെ അധ്യക്ഷനായിരുന്നു ഞാൻ. അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച IT-യും ടൂറിസവും, അതുപോലെ നാളികേര ടെക്നോളജി മിഷൻ, റബ്ബർ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ഇതായിരുന്നു 5 പദ്ധതികൾ. അതിൽ നമുക്കറിയാം നാളികേര ടെക്നോളജി മിഷൻ പിന്നീട് കേരളത്തിന് വേണ്ടാത്തതുകൊണ്ട് ആന്ധ്രയിൽ കൊണ്ടുപോയി. ഇവിടെ IT-യും ടൂറിസവും ഒക്കെ ഇപ്പോൾ എവിടെ വരെ എത്തി. പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷമാണ് IT എന്നുള്ളതും ടൂറിസം എന്ന് പറയുന്നതും ഒക്കെ കേരളത്തിൽ ചർച്ച പോലും ആയത്. പക്ഷേ അതെവിടെയും എത്തിക്കാൻ നമുക്ക് വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയുടെ അതേ വീക്ഷണവും അതിലേറെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്ന സാഹചര്യവുമായി നരേന്ദ്രമോദി ബഹുഭൂരിപക്ഷത്തിൽ അധികാരത്തിലിരിക്കുന്നു, ഭരണ തുടർച്ചയുണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മോദിജിക്കൊപ്പം നിന്നുകൊണ്ട് ചങ്ങനാശ്ശേരിയെ ദേശീയ മുഖ്യധാരയുടെ പിൻബലത്തിൽ വലിയ തോതിൽ വികസിപ്പിക്കാനുള്ള സാഹചര്യമാണ് എനിക്കുള്ളത്. ആ സാഹചര്യങ്ങളെ ചങ്ങനാശ്ശേരിയിലെ പൊതുസമൂഹത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കും എന്ന വിശ്വാസമാണ് എന്നിൽ ജനങ്ങൾ വിശ്വാസമർപ്പിക്കും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇവിടെ ചങ്ങനാശ്ശേരി സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾ ഭൂരിഭാഗം പേരും പ്രവാസ ജീവൻ നയിക്കുന്നവരാണ്. വീടുകളെല്ലാം പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടെ താമസിക്കുക,
പ്രവാസം അന്യനാട്ടിലുള്ള വിദേശികളെയെല്ലാം ഈ ചങ്ങനാശ്ശേരി ടൂറിസത്തിന് വലിയ വലിയ സാധ്യതയുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചുകൊണ്ട് ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ വികസനമുണ്ടാകും, ജനങ്ങൾക്ക് തൊഴിലാവും, ഈ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന കണക്കുള്ള വീടുകളില്ലാതാവും. അത്തരത്തിലും കൂടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി ഇവിടുത്തെ ഈ മണ്ഡലത്തിലുള്ള ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രാവശ്യം ചരിത്രം തിരുത്തി കുറിക്കുമെന്നാണ് ഈ പ്രതീക്ഷ. ശ്രീ രാധാകൃഷ്ണ മേനോൻ ഈ പ്രാവശ്യം വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുമെന്നാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആ ജനങ്ങൾ പറയുന്ന ഒരു മാറ്റം വേണം, മാറാത്തത് മാറുമെന്ന് തന്നെയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള എല്ലാ ഭൂരിഭാഗം ജനങ്ങളുടെ അഭിപ്രായം. കർമ്മ ന്യൂസ്, രാമഭദ്രൻ.